നിങ്ങളൊക്കെ കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുട്ടികൾ വളരുമ്പോൾ അവർക്ക് എല്ലാത്തിനോടും ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കും. അതെന്താ ഇങ്ങനെ, ഇതെന്താ അങ്ങനെ, സ്കൈ എന്താ ബ്ലൂ, നമ്മൾ എന്തിനാണ് സ്കൂളിൽ പോകുന്നത്, എന്തിനാണ് പഠിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരും. അപ്പോൾ കുട്ടിക്കാലം തൊട്ട് എല്ലാത്തിനും ഒരു വൈ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ബ്രെയിനിൽ എം ടി ആയിട്ടുള്ളൊരു സ്പേസ് വരുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മളിങ്ങനെ അന്വേഷിക്കുന്നത്. അതിനാണ് നമ്മളിങ്ങനെ സംശയത്തോടെ ചോദിക്കുന്നത്. അപ്പോൾ ഒരു പ്രായമാകുമ്പോൾ അത് നിൽക്കും. നിങ്ങൾ കുട്ടികൾക്ക് ഈ എം ടി സ്പേസിൽ ചിലർ ദൈവത്തിനെ വെച്ച് കൊടുക്കും, ചിലർ സയൻസ് വെച്ച് കൊടുക്കും, ചില കുട്ടികൾ സ്വയം ചൂസ് ചെയ്യും. ചിന്തിക്കാൻ കഴിവുള്ള കുട്ടികൾ സ്വയം ചൂസ് ചെയ്യും. ഈ വോയിഡ് സ്പേസിൽ ദൈവത്തിനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ കൂടുതലായിട്ടൊന്നും ചോദ്യം ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ആ സ്പേസിൽ സയൻസ് ആണെങ്കിൽ അവർ കൂടുതൽ ചിന്തിക്കും. എൻ്റെ കാര്യം എടുക്കുമ്പോൾ ഒരു 18-19 വയസ്സ് വരെയും എൻ്റെ ആ എം ടി സ്പേസിൽ ദൈവവും ഇല്ലായിരുന്നു, സയൻസും ഇല്ലായിരുന്നു. ഞാനൊരു ക്ലൂലെസ് ആയിട്ട് ഇങ്ങനെ ജീവിക്കുകയായിരുന്നു. ഒരു 19 വയസ്സ് കഴിഞ്ഞപ്പം അവിടെ ഞാൻ സ്വയം സയൻസിനെ കൊണ്ടിരുത്തി. എനിക്ക് കുറച്ച് എക്സ്പ്ലനേഷനൊക്കെ കിട്ടി. അങ്ങനെ ഞാൻ ആ സ്പേസിൽ സയൻസിനെ ഇരുത്തി. എന്തിന് ജീവിക്കുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യന് സയൻസ് എനിക്കൊരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ തന്നില്ല. സർവൈവലാണെങ്കിലും ഇപ്പോൾ നമ്മൾ സർവൈവ് ചെയ്തിട്ട് ആർക്ക് ഗുണം, എന്ത് ഗുണം എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. എനിക്കതിലൊരു മീനിങ് തോന്നുന്നില്ല. സർവൈവ് ചെയ്താൽ എന്ത്, ചെയ്തില്ലെങ്കിൽ എന്ത്, അങ്ങനത്തെ ചോദ്യം എന്നെ എത്തിച്ചത് നൈലിസത്തിലാണ്. അപ്പോൾ നൈലിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നൈൽ എന്നുള്ളൊരു ലാറ്റിൻ വേർഡിൽ നിന്ന് വന്നൊരു വേർഡാണ് നൈലിസം. എൻ്റെ മീനിങ് നത്തിങ് എന്നാണ്, ശൂന്യത. ഫ്രീഡ്രിക് നീച്ച എന്ന് പറഞ്ഞൊരു ഫിലോസഫറാണ് ഈ ഐഡിയോളജി ഡീപ്പായിട്ട് എക്സ്പ്ലോർ ചെയ്തത്. പല കോട്ട്സ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത് ഫ്രീഡ്രിക് നീച്ചയുടെ പേരിലായിരിക്കും. നീച്ച പറഞ്ഞൊരു സാധനമുണ്ട്, ഗോഡ് ഈസ് ഡെഡ് എന്ന് പറഞ്ഞു. എക്സ്പ്ലോർ ചെയ്തപ്പോൾ നമ്മൾ പണ്ട് തൊട്ട് പഠിച്ചു വന്ന മൊറാലിറ്റി, ദൈവം, മതം, ട്രഡീഷൻ, ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊന്നും വാല്യൂ ഇല്ലാതായി. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മളുടെ ബ്രെയിന് എം ടി സ്പേസിൽ പോകുമ്പോൾ വീണ്ടും നമ്മളുടെ തലച്ചോറിൽ ആ ഒരു വോയിഡ് സ്പേസ് വന്നു. അപ്പോൾ ഈ ദൈവത്തിനെ അങ്ങനത്തെ ട്രഡീഷനൊക്കെ ആ സ്പേസിൽ വച്ചവർക്കേ ആ ബുദ്ധിമുട്ടുള്ളൂ. അതില്ലാത്തവർക്ക് ഇത് വലിയ പ്രശ്നമല്ല. അതുകൊണ്ടാണ് ഈ നൈലിസം എന്നുള്ളൊരു സാധനം ഞാൻ വന്ന് ഒരു വീഡിയോ ആയിട്ടിടാൻ ഇതുവരെ ഉദ്ദേശിക്കാത്തത്. ദൈവത്തിലൊക്കെ വിശ്വസിച്ച് നടന്നവർക്ക് ആ ഒരു സ്പേസ് നഷ്ടപ്പെട്ട് വീണ്ടും എം ടി ആവുമ്പോൾ അവർക്ക് റിയാലിറ്റിയിൽ ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നൈലിസത്തിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നൈലിസം ഉണ്ട്. എക്സിസ്റ്റൻഷ്യൽ ഉണ്ട്, മോറലുണ്ട്, പൊളിറ്റിക്കൽ ഉണ്ട്, കോസ്മിക് ഉണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള നൈലിസം ഉണ്ട്. ഇപ്പോൾ ഈ നൈലിസം എന്ന് പറഞ്ഞാൽ ഒരു ഫിലോസഫിക്കൽ ഔട്ട്ലുക്കാണ്. അത് പറയുന്നതെന്ന് പറഞ്ഞാൽ ജീവിതത്തിന് പ്രത്യേകിച്ച് മീനിങ്ങോ പർപ്പസോ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്കൊരു വാല്യൂവോ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ഫിലോസഫിക്കൽ പെർസ്പെക്റ്റീവാണ്. അപ്പോൾ നൈലിസം എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾ ബ്രെയിനിലേക്ക് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ തന്നെ വിഴുങ്ങാനും സാധ്യതയുണ്ട്. അത് നിങ്ങൾ ചിന്തിക്കുന്നതനുസരിച്ചിരിക്കും നിങ്ങളുടെ ലൈഫ്. ഇപ്പം നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ ജീവിതം മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. ജീവിതം പിന്നെ അയാൾ ജീവിക്കാൻ പോലും തോന്നില്ല, ആ രീതിക്കാവും. അപ്പോൾ മാക്സിമം നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഉള്ളവർ ഇതിനെക്കുറിച്ച് എക്സ്പ്ലോർ ചെയ്യാതിരിക്കുക. ഞാൻ പേഴ്സണലി ആരുടെ നൈലിസം ഫോളോ ചെയ്യാനോ പഠിക്കാനോ ഒന്നും പറയില്ല. ഇതിൻ്റെ ഒരു സ്റ്റേജിൽ ഇത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു. എനിക്കത് പോസിറ്റീവായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ ലൈഫിൽ അത് നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. സോ ചെറുപ്പം തൊട്ട് നിങ്ങളത് എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമായിരിക്കും. എൻ്റെ അടുത്ത് എൻ്റെ അച്ഛൻ ചോദിച്ചു, നിനക്ക് വലുതാകുമ്പോൾ ആരാവണം? പൈലറ്റ് ആവണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം? അതിനെന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊന്നും അപ്പോൾ എനിക്ക് ബോധമില്ലല്ലോ, അറിയാമല്ലാത്ത പ്രായമില്ലേ. ആൾക്കാർ പ്ലെയിൻ ഓട്ടിക്കുന്ന കാണുമ്പോൾ കുട്ടിയാകുമ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നും. അങ്ങനെ പൈലറ്റ് ആവണമെന്ന് പറഞ്ഞു. പിന്നെ എഞ്ചിനീയർ കേൾക്കുന്നൊരു വാക്കാണ്. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു സാധനം വലിയ സംഭവമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചുറ്റും കേട്ടും ഇതൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് എൻ്റെ ബ്രെയിനിൽ സൊസൈറ്റി ഫീഡ് ചെയ്തൊരു സാധനമാണ് പൈലറ്റ്, എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ. അതാണ് കുറച്ച് സ്റ്റാൻഡേർഡ് തരുന്ന എന്തോ വലിയ സംഭവമായിട്ടൊക്കെ ആൾക്കാർ കാണുന്ന ഒരു സാധനം. കുറച്ച് പ്രായം കൂടെ കഴിഞ്ഞിട്ട് ഒരു +1 +2 ഒക്കെ ആയപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമല്ലോ, എൻ്റെ അടുത്ത് വീണ്ടും ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു ഫിലിം ഡയറക്ടർ ആവണം, എനിക്ക് സിനിമ ചെയ്യാനാണ് താല്പര്യം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞു, സിനിമ ചെയ്യാം, അതിനു മുമ്പ് ഒരു ഡിഗ്രി എടുക്കുക. കാരണം സിനിമയിൽ നിന്ന് കാശ് കിട്ടണമെന്ന് ഉറപ്പൊന്നുമില്ല. അപ്പോൾ സിനിമയിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ വന്ന് പഠിക്കാനൊന്നും അറിയില്ല. അതുകൊണ്ട് പഠിച്ചൊരു ഡിഗ്രി എടുത്തതിന് ശേഷം പോയി അത് ചെയ്തോ എന്ന് പറഞ്ഞു. നിങ്ങളെ കരിയർ സെക്യൂർ ആക്കുക എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് ആവാം എന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്കറിയില്ല. അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ വീണ്ടും എന്തെങ്കിലും ജോബ് നോക്കണമല്ലോ, ഒരു പ്രൊഫഷണൽ ജോബ് നോക്കണം എന്നൊക്കെ രീതിക്ക് പിന്നീട് എനിക്ക് ഇഷ്ടപ്പെട്ട ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ളൊരു കോഴ്സ് തന്നെ ഞാൻ പഠിക്കുകയും ചെയ്തു, പോവുകയും ചെയ്തു. അതും കഴിഞ്ഞ് കുറച്ച് വർഷം കഴിഞ്ഞ് മൈലിസൊക്കെ വായിക്കുന്നതും എന്നെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഒരാഴ്ചയ്ക്ക് മുമ്പ് എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താവണമെന്നല്ല ചോദിച്ചത്, നിനക്ക് എന്ത് ചെയ്യാനാണ് താല്പര്യം? ബിസിനസ് ആണോ, അതെന്തെങ്കിലും പ്രത്യേകിച്ച് ജോലി ചെയ്യാനുള്ള ഫീൽഡ് ഇഷ്ടമാണോ എന്നുള്ള രീതിക്ക് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി, എനിക്കൊന്നും ചെയ്യാൻ താല്പര്യമില്ല. ഇനി സൊസൈറ്റി എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുന്നത് കൊണ്ട് എനിക്കിപ്പം ഇഷ്ടം തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു. അല്ലാതെ എനിക്ക് ഇന്ന ആളാവണം, എനിക്ക് ഇന്നതാവണം എന്നുള്ളൊരു സാധനമൊന്നുമില്ല.
ഈ ചെറുപ്പം തൊട്ടേ എന്തൊക്കെയോ ആവണമെന്നുള്ളൊരു ഓട്ടത്തിൻ്റെ ഇടയിൽ ഒന്നും നേടണ്ട എന്നുള്ളൊരു പോയിന്റിലാണ് ഇപ്പം ഞാൻ എത്തി നിൽക്കുന്നത്. ഇപ്പം ഞാൻ സർവൈവ് ചെയ്യുന്നതിൻ്റെ റീസൺ ടെമ്പററി ആയിട്ട് എനിക്ക് മീനിങ് തരുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ ഈ യൂട്യൂബ് ചെയ്യുന്നു, എനിക്ക് അപ്പോഴത്തെ ഒരു മൈൻഡിൽ എനിക്ക് ചെയ്യണമെന്ന് തോന്നി, ഞാൻ സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് തോന്നി. പക്ഷേ ഇതിൽ നിന്ന് എനിക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നുണ്ട്, എനിക്കൊരു ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ടെമ്പററി ആയിട്ടുള്ളൊരു മീനിങ്ങും ഒരു ഇമോഷനുമാണ് ഞാൻ ഇത് ചെയ്യാനുള്ള കാര്യം. നാളെ ഒരു ദിവസം ഇത് മീനിങ്ലെസ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഇത് ഞാൻ നിർത്തും. അപ്പോഴെൻ്റെ ജീവിതത്തിൽ എന്താണോ മീനിങ് ആയിട്ട് തോന്നുന്നത് അത് ഞാൻ ചെയ്യും. അങ്ങനെയാണ് എൻ്റെ ലൈഫ്. ഒരു സ്ക്രിപ്റ്റ് ഫോളോ ചെയ്തല്ല ഞാൻ പോകുന്നത്. അറ്റ് ദ മോമെൻറ്റ് എനിക്ക് എന്താണോ മീനിങ് തോന്നുന്നത്, എനിക്ക് എന്താണോ സന്തോഷം തരുന്നത് അത് ഞാൻ ചെയ്യും. ഈ ചെറുപ്പം തൊട്ട് എന്നെ വീട്ടുകാരും എല്ലാവരും ഇങ്ങനെ പറയുന്നിട്ട്, നിനക്ക് സ്ഥിരതയില്ലാത്ത കാര്യങ്ങളാണ് നീ പറയുന്നത്, നിനക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, നീ ഓരോരിക്കും ഓരോന്ന് പഠിക്കണമെന്ന് പറയും, ഓരോന്ന് ചെയ്യണമെന്ന് പറയും. അതാണ് ഒരു മനുഷ്യൻ. സ്ഥിരതയില്ലാത്തതാണ് മനുഷ്യൻ. സ്ഥിരത ഉണ്ടാക്കിയെടുക്കുന്നത് സൊസൈറ്റിയാണ്. ഇപ്പോഴും ഞാൻ സ്ഥിരതയില്ലാത്ത ഒരാളാണ്. ഇന്നുള്ള എൻ്റെ മീനിങ്ങും സന്തോഷമൊന്നും ആയിരിക്കില്ല നാളെ. ഇന്ന് ഉള്ള എൻ്റെ തോട്ട്സ് ആയിരിക്കില്ല നാളെ എനിക്ക് വരുന്നത്. മനുഷ്യനെന്ന് പറഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കുന്ന, ചിന്തിക്കുന്ന ഒരു ജീവിയാണ്. അപ്പോൾ അതിനൊരിക്കലും ഒരു സ്ഥിരത ഉണ്ടാവില്ല. സ്ഥിരത ഉള്ളതിനല്ല റോബോട്ടെന്നാണ് ഇന്നത്തെ എൻ്റെ സങ്കല്പം. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെയാണ് നിൽക്കുന്നത്. എനിക്കൊരു സമയത്ത് ഈ നൈലിസം ആദ്യമായിട്ട് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര നെഗറ്റീവായിരുന്നു. ജീവിച്ചാലും ജീവിക്കാതിരുന്നാലും അതിനൊരു മീനിങ് ഇല്ല എന്നുള്ളത് തോന്നിയപ്പം ഭയങ്കര നെഗറ്റീവായിരുന്നു. പക്ഷേ ഇവഞ്ച്വലി ഞാൻ കൂടുതൽ ആലോചിച്ച് അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള സാധനം ഞാൻ എന്നെ സ്വയം ഫീഡ് ചെയ്ത് ഇപ്പോഴൊക്കെ മീനിങ്ലെസ് ആയിപ്പോവും. ചില സമയത്തൊക്കെ എങ്ങനെ ഇരിക്കുമ്പോൾ തോന്നും, ഞാൻ എന്തിനീ വീഡിയോ എടുത്തിരുന്ന്, അല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ ചത്തുപോകും, അപ്പോൾ ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ തന്നെ സ്വയം എൻ്റെ ബ്രെയിനെ ഞാൻ കൺട്രോളിലെടുത്ത് ഞാൻ സ്വയം അതിനെ പോസിറ്റീവാക്കി എടുക്കും. ഇന്ന് എനിക്ക് സന്തോഷം കിട്ടുന്നുണ്ട്, അത് ഞാൻ ചെയ്യുന്നു എന്നുള്ള രീതിക്ക് ഞാൻ എൻ്റെ മൈൻഡിനെ പെട്ടെന്ന് മാറ്റും. ചില സമയത്ത് ഞാൻ ഇതുപോലെ മെൻ്റലി ഡൗൺ ആവാറുണ്ട്. അപ്പോൾ എന്നെക്കൊണ്ട് ഈ നെഗറ്റീവ് തോട്ട്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് എനിക്കിതൊരു പോസിറ്റീവാണ്. എല്ലാവർക്കും ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. ഈ ഒരു ഫിലോസഫി ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ചിലപ്പം പലരുടെയും ജീവിതം ഭയങ്കര നെഗറ്റീവായി പോവും. അവരൊന്നും ചെയ്യാതെ കിടക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പം നെഗറ്റീവായിട്ട് സമൂഹത്തിന് തന്നെ ദോഷം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള നെഗറ്റീവ് എഫക്ട്സും ഉണ്ട്. പക്ഷേ അതിൻ്റെ പോസിറ്റീവ് നമ്മൾ എടുക്കുക. ജീവിതത്തിനൊരു മീനിങ്ങും ഇല്ല, ഒരു പർപ്പസും ഇല്ല. അത് തന്നെ നമ്മളൊരു ഫ്രീ ബേർഡ് ആക്കിയില്ലേ. നമുക്ക് എന്ത് മീനിങ് വേണോ നമ്മളുടെ ലൈഫിന് കൊടുക്കാം. നിങ്ങൾക്ക് സ്യൂട്ടായ, നിങ്ങളുടെ ക്യാരക്ടറിന് മാച്ചായ ഒരു പർപ്പസോ ഒരു മീനിങ്ങോ നിങ്ങൾക്ക് കൊടുക്കാം. ഇപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഈ ടെമ്പററി മീനിങ്സാണ്. ഇടയ്ക്കൊക്കെ ഞാൻ ചിന്തിക്കും, ഞാൻ എന്തിനാണ് ഈ ജോലി ചെയ്യുന്നത്, ഞാൻ എന്തിനാണ് ഈ ഡ്രസ്സ് ഇടുന്നത്. ഈ ഭൂമി ആരുടെയും സ്വന്തമല്ല. ഇവിടെ വെള്ളമുണ്ട്, പാടമുണ്ട്, മരങ്ങളുണ്ട്, പച്ചക്കറികൾ ഉണ്ടാക്കാം, മൃഗങ്ങളെ വേട്ടയാടി തിന്നാം. ഇങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് ജീവിക്കാനുള്ളതാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ളൊരു സംഭവം. പക്ഷേ സൊസൈറ്റിയൊക്കെ ബിൽഡ് ചെയ്ത് വീടൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് ഈ ഒരു മെട്രിക്സിൽ നമ്മൾ ജീവിക്കുന്നു. മെട്രിക്സ് പറയുന്നത് നമ്മൾ കേൾക്കുന്നു. പലരും എസ്കേപ്പ് ദ മെട്രിക്സ് എന്നും പറഞ്ഞ് ചെയ്യുന്നത് മെട്രിക്സിൻ്റെ അകത്ത് തന്നെ രാജാവായിട്ട് ജീവിക്കുക, അല്ലാതെ മെട്രിക്സ് എസ്കേപ്പ് ചെയ്ത് ആർക്കും പോകാൻ പറ്റില്ല. നമ്മളെപ്പോഴും റാറ്റാണ്, ഇവരുടെ കാശിൻ്റെ പുറകെ ഓടുന്ന റാറ്റ്. കാശ് കൂടുതൽ ഉണ്ടാക്കുന്നവൻ മെട്രിക്സിൻ്റെ കിങ്, അങ്ങനെയുള്ളൂ. അല്ലാതെ ഇത് എസ്കേപ്പ് ചെയ്തൊന്നും ആർക്കും പോകാൻ പറ്റില്ല. എസ്കേപ്പ് ചെയ്ത് പോകണമെങ്കിൽ നിങ്ങൾ കാട്ടിപ്പോയി ജീവിക്കണം. അതാണ്. നാളെ എന്താണെന്ന് പോലും എനിക്കറിയില്ല. ഇന്ന് ഞാൻ രാവിലെ എണീക്കുന്നു, ഇന്നത്തെ കാര്യം ചെയ്യുന്നു. എനിക്കൊരു ലക്ഷ്യമുണ്ട്, ലക്ഷ്യത്തിലോട്ടാണ് ഞാൻ പോകുന്നത്. ലക്ഷ്യത്തിലോട്ട് പോകുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു മാറ്റമാണ് എനിക്ക് കിട്ടുന്ന റിവാർഡ്. അതിനപ്പുറം ഞാൻ വേറൊന്നും ഇതിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ എനിക്കിപ്പോൾ തോന്നുന്ന മീനിങ് ചിലപ്പം വഴിയെ മാഞ്ഞു പോവാം. അപ്പം ഞാൻ പുതിയത് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നത്. ആ പോകുന്ന നേരത്ത് ചിലപ്പോൾ എനിക്കൊരു നെഗറ്റിവിറ്റി അടിക്കാം, ഞാൻ അത് ഓവർകം ചെയ്യും. ഞാൻ പുതിയ മീനിങ് കണ്ടെത്തും, പുതിയ എന്തെങ്കിലും സാധനം ചെയ്യും. അങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആയിട്ട് നൈലിസത്തിന് ഒരു പോസിറ്റീവായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. എൻ്റെ ഒരുപാട് നെഗറ്റീവ് സൈഡുണ്ട്. ഞാനൊരു നൈലിസ്റ്റാണ്, അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്ന് ജസ്റ്റ് പറയാമെന്ന് വിചാരിച്ചു. കണ്ടൻറ്റ് ഇങ്ങനത്തതല്ല. ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത് ഞാൻ എന്നെ എക്സ്പ്രസ് ചെയ്യണം. എനിക്കിതിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. അല്ലാതെ എൻ്റെ കണ്ടൻറ്റ് ഇതാണ്, എൻ്റെ നീഷ് ഇതാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. ടെമ്പററി മീനിങ്സിനെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എല്ലാവർക്കും ഇത് കംഫർട്ടബിൾ ആവണമെന്നില്ല. അപ്പോൾ ഞാൻ ഇത് ആരുടെടുത്തും സജസ്റ്റ് ചെയ്യില്ല, നൈലിസം വായിക്കുക, നൈലിസ്റ്റ് ആവുക എന്നൊന്നും ഞാൻ പറയില്ല. എന്നതിന് വേറൊരു റീസൺ കൊണ്ട് എൻ്റെ അടുത്ത് ആൾക്കാർ വന്നിട്ടേക്കും, എനിക്ക് ജീവിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, സ്ഥിരമായിട്ടുള്ള ജോലി വേണ്ട, നാളെ ഒറ്റപ്പെട്ടുമില്ല, കല്യാണം കഴിക്കണ്ടേ, ഒന്നും ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറയുമ്പോൾ നെഗറ്റീവ് അടിച്ചിട്ട് പോകും. അങ്ങനെയാണ് എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ്, ഇങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു. പലർക്കും ഇംഗ്ലീഷ് ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ ചിലപ്പോൾ കാണുമ്പോൾ നന്നാവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് മീനിങ് ഇല്ല, നിങ്ങൾക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ലെങ്കിൽ അതാണ് ജീവിതം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് ടെമ്പററി ആയിട്ട് തോന്നുന്നു അത് ചെയ്യുക. നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിൽ വലിയ സയൻസ് ഒന്നുമില്ല.
സിമ്പിൾ ഫിലോസഫിയാണ്. ജീവിതത്തിനൊരു മീനിങ്ങും ഇല്ല, നിങ്ങളായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി ജീവിക്കുക. സിമ്പിൾ ആസ് ദാറ്റ്. നൈലിസത്തിനെ നെഗറ്റീവായിട്ട് എക്സ്പ്ലോർ ചെയ്യാതെ പോസിറ്റീവായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.